ഓക്കെ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഈ മാസം 31 ഡൽഹിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ. ഇലക്ട്രൽ ബോണ്ട് അഴിമതി മറച്ചുവെക്കാനാണ് കേന്ദ്രം അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. जब से अरविंद केजरीवाल जी की गिरफ्तारी हुई है, न सिर्फ आम लोग बल्कि पूरा विपक्ष एकजुट होकर के इस तानाशाही के खिलाफ खड़ा हुआ है। दिल्ली की सड़कों पर, देश की राजधानियों में, अलग अलग हिस्सों में लगातार विरोध प्रदर्शन हो रहे हैं और ये आंदोलन आगामी दिनों में और तेज होगा। ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നത്? അരവിന്ദ് കെജ്രിവാളിന്റെ യഥാർത്ഥത്തിൽ 11 മണിക്കൂറിലെ ഈ അറസ്റ്റ്, ഈ ജയിൽവാസം, വീണ് കിട്ടിയ ആയുധം എന്ന നിലയ്ക്ക് തന്നെ ഇന്ത്യ മുന്നണി തിരിച്ചറിയുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി പാർട്ടി ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും ശക്തമായ പ്രതികരണവും പ്രതിഷേധവും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് രൂപം നൽകിയിരിക്കുന്നത്. ഈ മാസം 31-ന് ഡൽഹി രാംലീല മൈതാനിയിലായിരിക്കും ഈ മഹാറാലി സംഘടിപ്പിക്കുക. ഇത് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ, ദേശീയ നേതാക്കൾ ഈ പ്രതിഷേധ വേദിയിൽ ഒത്തുചേരും എന്നാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ മാത്രം വിഷയമല്ല, മറിച്ച് കെജ്രിവാളിന് മുമ്പായി ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെയും, ബീഹാറിൽ തേജസ്വി യാദവിനെയും, പശ്ചിമ ബംഗാളിൽ തൃണമൂൽ നേതാക്കളെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹാറാലി എന്നുമാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ 3 മന്ത്രിമാർ, അതിഷി, സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായ് എന്നീ 3 മന്ത്രിമാർക്കൊപ്പം PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലിയും CPM-ന്റെ പ്രതിനിധി രാജേഷ് കുമാർ അടക്കമുള്ളവർ ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഈ റാലിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനും ഈ കെജ്രിവാളിനെതിരായ നടപടിക്കൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്കെല്ലാം എതിരെ കേന്ദ്ര ഏജൻസികളെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP ദുരുപയോഗം ചെയ്യുന്നു എന്ന് ശക്തമായ പ്രചരണ ആയുധമാക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. എന്തായാലും ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു വിച്ഛണ്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ട നടത്തുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ പൊതുവായ ആരോപണമാണ്. പ്രതിപക്ഷ നേതാക്കളെ മാത്രം ഉന്നയിടുന്നതിൽ ഇപ്പോൾ 124 കേസെടുത്ത നേതാക്കൾ 116 പേരും പ്രതിപക്ഷ നേതാക്കളാണ് എന്ന കണക്കൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രതിപക്ഷം പുറത്തേക്ക് വിടുന്ന പത്രങ്ങളൊക്കെ വരുന്നുണ്ട്, ആ കണക്കുകളൊക്കെ. അപ്പോൾ എന്തായാലും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിനെ ഒരു പ്രതിഷേധ ജ്വാലയാക്കാൻ തീരുമാനിക്കുന്നു പ്രതിപക്ഷം. അകത്ത് കിടക്കുന്ന കെജ്രിവാൾ കൂടുതൽ ശക്തനാകുന്നു എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയേണ്ടതുമാണ്.